രാവിലെ എഴുന്നേറ്റ് എ- ജോലിക്ക് പോയി രാത്രി 1 മണി വരെ അധ്വാനിക്കുന്ന ഞാനാണോ ഫ്രോഡ്? ഉം. അതല്ല ഇന്ന് രാവിലെ എഴുന്നേറ്റ് നാര പച്ചർച്ചി കഴിക്കണമെന്ന് ചിന്തിക്കുന്ന നിങ്ങളാണോ ഫ്രോഡ്? മാപ്പ പോയതിനു ശേഷം റൂമിൻ്റെ വാടകയും ഉം. ഫുഡിൻ്റെ ഒക്കെ പൈസ വേണമല്ലോ, അതിലെനിക്കൊരു മേലുള്ള കംപ്ലീറ്റ് തൊലി അങ്ങ് പൊളിഞ്ഞു വന്നു ഉം. ഉം. ചൂടിൻ്റെ കാരണം. ഉം. 6 മാസം നിന്ന് ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ കമ്പനിയുള്ള സാധനമൊക്കെ അടിച്ച് പോയി 19 ലക്ഷം ദർഹംസ് ഞാൻ പുറത്ത് കൊടുക്കണം. ഞാൻ അങ്ങ് തളർന്നു പോയി. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കിയോളൂ, ഞാൻ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവാറ്. ഇതുപോലത്തെ ഒരു സോഫ ഉണ്ട്. ഈ സോഫയിൽ ഞാൻ അങ്ങനെ കിടക്കും. ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും കബറാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അന്ന് എന്താ കാട്ടേണ്ടതെന്ന് വെച്ചല്ല, നമ്മൾ അറിയുന്ന ഒരു രാജ്യമല്ല. അന്നൊരു ഉച്ച തൊട്ടിട്ട് രാത്രി 12 മണി വരെ വണ്ടിയിലിരുന്ന് ഇപ്പം ഉണ്ടായിരുന്ന ഈ മറുനാടൻ മലയാളിയാണ്. അയാളാണ് എൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുതൽ. നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയില് സായികുമാർ നിവിൻ പോളിയോട് പറയുന്നൊരു മൂവി സീൻ ഉണ്ട്. അതെ അതെ ആ മുക്കത്തുകാരൻ ഷെരീഫാണ് ഈ മുക്കത്തുകാരൻ ഷെരീഫ്. അതെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ആൻഡ് ഇന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏജിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഈ വ്ളോഗിങ്ങിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും ഒക്കെ വളരെ എനർജറ്റിക് ആയിട്ട് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. മറ്റാരുമല്ല, നമ്മുടെ കൂടെ ഉള്ളത് ഷെരീഫിക്ക. ഹായ് ഷെരീഫിക്ക, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ വളരെ സുഖം. സുഖമായിട്ട് പോകണോ? ഓക്കെ. അപ്പോഴേ നമുക്ക് നമ്മുടെ ഷോയുടെ പേര് സുലൈമാനി വിത്ത് വിൽസി എന്നാണ്. ഓക്കെ. സുലൈമാനിയൊക്കെ കുറച്ച് തണുത്ത് പോയി, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഷെരീഫിക്കല്ലേ. അപ്പൊ നമുക്കൊരു സുലൈമാനി പിടിച്ചോണ്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. ഓക്കെ ഷെരീഫിക്ക, ഡേറ്റ്സ് ഒക്കെ കഴിക്കാം. ഇങ്ങനെ സുലൈമാനി ഡേറ്റ്സ് നല്ല കോമ്പിനേഷൻ അല്ലേ? അതെ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഷെരീഫിക്ക ഞാൻ ഇൻട്രോ പറഞ്ഞതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഈ വ്ളോഗിങ്ങിലും, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഏജിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നത്, വലിയ ഏജ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ UAE ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കാന്ന് പറയില്ല, അങ്ങോട്ട് മാറി നിൽക്കണം ഞാനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഷെരീഫിക്കനെ ഭയങ്കര വ്യത്യസ്തനാക്കുന്നത് ഷെരീഫിക്കയുടെ ആ ഒരു ഭാഷാ ശൈലിയാണ്. മുക്കല്ലേ നാട്ടില്? അതെ അതെ. ഈ മുക്കത്തുകാരുടെ ഒരു ഭാഷയുടെയാണോ അതോ ഷെരീഫിക്കന്റെ ഒരു സ്റ്റൈലാണോ അത്? അല്ല, നമ്മൾ ചെറുപ്പത്തിൽ ഉം. എങ്ങനെയാണോ സംസാരിച്ചു വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഉം. അത് പറഞ്ഞാലേ നമുക്ക് മുഴുവനാവുള്ളൂ. ഉം. അത് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഉം. കുറച്ച് ശൈലി മാറ്റാൻ ശ്രമിച്ചു. അപ്പം എൻ്റെ കൂട്ടുകാരായ മാണിക്കോത്ത് മുതലുള്ളവരൊക്കെ നിങ്ങളെ ശൈലി മതിട്ടോ ഉം. എന്ന് പറഞ്ഞിട്ട് അവരാണിത് എൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ സത്യം പറയില്ല, കാരണം നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകത്തില്ലേ, അത് ഷെരീഫിക്കിൻ്റെ വീഡിയോ വരുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നും, അത് സംസാരിക്കുന്നതിൻ്റെ ഒരു രീതിയിലും. പിന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഒരു വളച്ചുകെട്ടില്ലാതെ മുഖത്ത് നോക്കി ഉള്ള കാര്യം അങ്ങ് പറയാം. അതിനിടയിൽ എനിക്കറിയാം അതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, പ്രത്യേകിച്ച് തുടക്ക കാലഘട്ടത്തിലല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഷെരീഫിക്ക ഇത്രയും ഒരു ധൈര്യം, ആരുടെ മുഖത്ത് നോക്കി എന്തും വെട്ടി തുറന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഒന്ന്, നമ്മൾ കയ്യിൽ തെറ്റൊന്നുമില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ മതി, ഞാനും സാജൻ സ്കറിയായിട്ട് നല്ല ഫൈറ്റ് നടന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നെ ഒരു ഫ്രോഡാണ് താങ്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ യൂട്യൂബ് കാണാം. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ കൊടുത്തതിൽ, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി രാത്രി 1 മണി വരെ അധ്വാനിക്കുന്ന ഞാനാണോ ഫ്രോഡ്? അതല്ല ഇന്ന് രാവിലെ എഴുന്നേറ്റ് നാര പച്ചർച്ചി കഴിക്കണമെന്ന് ചിന്തിക്കുന്ന നിങ്ങളാണോ ഫ്രോഡ്? അത് ഞാൻ ജനങ്ങൾക്ക് വിടുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പറഞ്ഞിരുന്ന ഒരു വാക്ക്, ലോകത്താർക്കെങ്കിലും ഞാനൊരു ദർഹംസ് കൊടുക്കാണ്ടേ വന്ന് വാങ്ങിച്ചോളിന്ന്. അത് പറയാനുള്ള ചങ്കൂറ്റ, അത് തന്നെയാണ് എനിക്ക് വെട്ടി തുറന്ന് പറയാനുള്ള ധൈര്യവും.
തീർച്ചയായിട്ടും. അല്ല അത് ഷെരീഫിക്കിനെ പറ്റി മറ്റൊരു കാര്യം പറയുകയാണെങ്കില്, ഇവിടെ ദുബായില്, യുഎഇല് വന്നിട്ട് 34 വർഷമായി. ഉം. ഈ 34 വർഷം നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഷെരീഫിക്ക എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ട് ബിസിനസ്സിലായിക്കോട്ടെ, എല്ലാം ആഗ്രഹങ്ങളും അല്ലേ, 40 എത്ര രാജ്യങ്ങൾ ഷെരീഫിക്ക ഇതുവരെ പോയി? 48. 48. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇത്രയും രാജ്യങ്ങൾ യാത്ര ചെയ്തു. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഷെരീഫിക്കയ്ക്ക് ഒരു ജേർണി ഉണ്ടല്ലോ. ഏതൊരു മനുഷ്യനും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടായിരിക്കും ഉം. ഇന്ന് നമ്മൾ കാണുന്ന ഷെരീഫിക്കിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ആ ഒരു ജേർണി പറയോ? കാരണം ഞാൻ എൻ്റെ തുടക്കമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ അതെ ഞാൻ തീർച്ചയായിട്ടും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ, ഉം. ഒരുപാട് എന്ന് പറഞ്ഞാൽ 24 hour നിങ്ങളാരും ജോലി ചെയ്തിട്ടുണ്ടാവില്ല. ഉം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു വന്ന് 8, 10, 12 മണിക്കൂർ. അതന്നെ നമ്മൾ പറയും, അയ്യോ 8 ആ മണിക്കൂറോ ആ എന്നുള്ളതല്ലേ. ഞാൻ 24 മണിക്കൂറും പിന്നെ ഉറങ്ങാതെ പിറ്റേന്ന് രാവിലെ വീണ്ടും അങ്ങനെ പിക്കിൾ കച്ചവടം ചെയ്യുന്നത്. ഇത് ഉം. അന്നത്തെ പോലെയല്ല. ഇന്ന് കഷ്ടം വെട്ടി മുറുക്കിയാട് അന്ന് കൈ കൊണ്ട് വേണം. ഉം. ഇന്നൊക്കെ മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. ഉം. അന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ആട്ട് ഈ കടകളിൽ ഇവിടുത്തെ പഴയ നാദാപുരത്തുകാർക്ക് എന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഉം. ഈ അത് വെട്ടി നുറുക്കിയതിന് ശേഷം ഇത് വണ്ടിയിൽ വെച്ചിട്ട് ഈ രാജ്യം മുഴുവനും അബുദാബിയിലും എന്നെ കാണാം, ദുബായിലും കാണാം, ഫുജിറയിലും കാണാം, റാസൽ ഖൈമയിലും ഇതൊക്കെ പോണ്ടേ ഒരാടാളുള്ളത്. അതെ. അങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാ. 1990 ജൂലൈ 12-നാണ് ഞാൻ ഇവിടെ വന്നിറങ്ങുന്നത്. ഉം. അന്നൊക്കെ ചെറിയ കുട്ടിയാ, ഈ പറഞ്ഞ മീശ വരെ വന്നിട്ടില്ല. ഉം. അന്നപ്പോൾ കുറച്ച് കാലം വാപ്പ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 6 ദിവസം ഞാൻ ഇവിടെ ജോലിക്ക് പോയിരുന്നു. ഉം. ആകെ 6 ദിവസം ഒരു ഷിപ്പില് ജബലലിയിൽ ഷിപ്പിലല്ലേ? ആ. ഷിപ്പിൽ. അന്ന് ഒരു ജൂലൈ മാസത്തിൽ ഞാൻ വന്നത്. ആ വന്ന് എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു കാരണം, അധ്വാനിച്ച് എൻ്റെ ഉമ്മ ഉണ്ടല്ലോ അവിടെ, ഉം. അനിയന്മാർ ഓരോ നോക്കണ്ടേ. ഉം. ഉം. അപ്പോൾ എനിക്ക് തന്നെ പൈസ അയക്കണം എന്നുള്ളൊരു വാശിക്ക് പോയതേനു. 6 ദിവസം ഞാൻ എടുപ്പോൾ എൻ്റെ മേലുള്ള കംപ്ലീറ്റ് തൊലി അങ്ങ് പൊളിഞ്ഞു വന്ന്, ഉം. ചൂടിൻ്റെ കാരണം. ഉം. അങ്ങനെ ഇത് വാപ്പ കണ്ട് അന്ന് ഇനി പോകേണ്ട പണിക്ക് കാരണം എനിക്കൊരു ഗ്രോസറി എടുത്തു തന്നു. ഉം. അത് പക്ഷേ എനിക്കൊരു സ്ഥലത്തിൻ്റെ കെട്ടിയിട്ട് ഇരിക്കാൻ കഴിയില്ല. ഉം. വാപ്പനോട് അത് വിറ്റ് പോകാൻ പറഞ്ഞു. ഉം. നേരെ വാപ്പ ഉണ്ടായിരുന്നു അന്ന് പിക്കിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തന്ന് വാപ്പ കൂടുതൽ കാലം ഇവിടെ നിന്നില്ല, തിരിച്ച് നാട്ടിലേക്ക് വാപ്പ പോയി. ഉം. അതുവരെ റൂമും ചിലവൊക്കെ വാപ്പയായിരുന്നു കൊടുത്തിരുന്നത്. ഞാൻ എല്ലാ കടകളും ഒക്കെ ഒഴിവാക്കി നല്ലോണം ക്യാരം ബോർഡും മറ്റൊക്കെ കളിച്ചുകൊണ്ട് എടുക്കുക. വാപ്പ പോയതിന് ശേഷം റൂമിൻ്റെ വാടകയും ഉം. ഫുഡിൻ്റെയൊക്കെ പൈസ വേണമല്ലോ, അതിലെനിക്കൊരു തിരിച്ചറിവ് വന്നു, ഇതൊക്കെ കൊടുക്കണ്ടേ, ഉം. അതിനെന്താ ജോലിക്ക് പോകണ്ടേ. അന്ന് ഞാൻ ആരോടോ ആളെ പേര് എനിക്ക് ഓർമ്മയില്ല, ഉം. കുറഞ്ഞ പൈസ വായ്പ വാങ്ങി നേരെ അന്ന് ഹമരിയ മാർക്കറ്റാ ഇതിൻ്റെ ബാക്ക്. ഉം. ഉം. ഇവിടെ പോയിട്ട് കുറേ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ പഴയ ഏൽപ്പിച്ച ഡ്രമ്മൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ആ കിച്ചണിൽ നിന്ന് കുറേ പിക്കിളിട്ട് ദുബൈയിലും ഷാർജയിലൊക്കെ ഇങ്ങനെ ടാക്സിയിലും കൊണ്ട് കൊടുത്തു. ഉം. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നെയാണ് നമ്മൾ വണ്ടിയായിട്ട് ഒരു പഴയ വണ്ടി എടുത്തു. വണ്ടീൻ്റെ രസം ഭയങ്കര. അബുദാബിയിലൊക്കെ പോവുകയാണെങ്കിൽ വഴിയിൽ കേടുന്നുണ്ടോ, പിന്നെ അന്ന് ആ വഴിയിൽ കടന്ന് നേരട് വെളുപ്പിക്കും. പിന്നെ റിക്കവറിയൊക്കെ വിളിച്ച് പിറ്റേന്ന് ഒക്കെ നന്നാക്കി പിന്നെയും കൊടുത്ത് പിന്നെയും വെറുതെ എന്നും കേടുവരില്ലേനു. ഉം. പിന്നെ പുതിയൊരു വണ്ടി കുറേ കാലങ്ങൾക്ക് ശേഷം വാങ്ങിയതിന് ശേഷം പിന്നെ വഴിയിൽ നിന്നിട്ടില്ല. എനിക്ക് ഷെരീഫിക്കിന്റെ പല വീഡിയോസിലും തോന്നിയൊരു കാര്യം, ആ വന്ന ഒരു ജേർണി ഉണ്ടല്ലോ, ഒരു യാത്ര, ഒരു വഴിയുണ്ടല്ലോ, അതൊരിക്കലും മറക്കത്തില്ല. അത് ഷെരീഫിക്കിന്റെ പല വീഡിയോസിലായിട്ട് ഷെരീഫിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളും ആ വന്ന് സഹായിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും ഓർക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അല്ലേ സംസാരിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ എനിക്ക് തോന്നുന്നു 1 മില്യൺ അടുക്കാറായിട്ടുണ്ട് ഞാൻ അല്ലേ? എന്നെ രാവിലെ അജ്മാലിൽ നോക്കുന്നവർക്കറിയാം, ഞാൻ അന്ന് ചായ കുടിച്ച പീടികയിൽ നിന്നാണ് ഇന്നും ചായ കുടിച്ചത്. ഉം. എന്നിട്ട് എൻ്റെ വാപ്പ നടന്നു പോയ വഴികളുണ്ടാവും, ഉം. അതിലൂടെ ഞാൻ വണ്ടി ഓട്ടി ആ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ 20-30 കിലോമീറ്റർ ഓടുക. ഞാൻ എൻ്റെ വാപ്പൻ്റെ ഫസ്റ്റ് കൊണ്ടുപോകുന്ന റൂം മുതൽ ഇന്ന് വരെ ഇന്നും അത് കണ്ടുകൊണ്ടേ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് പോവുള്ളൂ. ഉം. ആ വന്ന വഴികളും എന്നും ഓർക്കും. ഞാൻ ആദ്യം എടുത്ത വണ്ടി തന്നെ ടൊയോട്ടയുടെ വാനാ. ഉം. ടൊയോട്ടേൻ്റെ തന്നെ ഏറ്റവും വലിയ വണ്ടി ഏതാ? ഈ ലെക്സസ്. ലെക്സസ്. അപ്പം മെനയാന്ന് ഞാൻ വണ്ടി സർവീസിന് പോയപ്പം ഇനി നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞു, ഉം. ഇനി ഞാൻ ടൊയോട്ടൻ്റെ ഇനി വേറെ ഏതോ കമ്പനിയിൽ നോക്കുക, നിങ്ങളുടെ ഫുള്ള് ഞാൻ ആക്കിയിട്ടോ പറഞ്ഞു. ഉം. കാരണം ഒറ്റ ജീവിതമേ ഉള്ളൂ. കാരണം അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു, ഇനി നമ്മൾ ആസ്വദിക്കുക. ഉം. കാരണം ഞാൻ ആയ കാലം മുഴുവൻ അധ്വാനിച്ചു പോയാ, അധ്വാനിച്ച് എൻ്റെ നടുവരെ എനിക്ക് കൂടുതലോ ഇരിക്കാനോ നിൽക്കാനോ പോയി അന്ന് ഈ വെയിറ്റ് എടുത്തിട്ടേ. ഉം. അപ്പോൾ നമ്മൾ ഈ ആരായാലും അധ്വാനിച്ചാൽ വിജയിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷെ
ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരു മുതലാളീൻ്റെ കീഴിലാണേലും ശരി, സ്വന്തമായാലും ശരി, ശരിക്കും അധ്വാനിച്ചാണ്ടല്ലോ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അല്ല ഷെരീഫൊക്കെ അത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പല പേരൻസും ഉണ്ടല്ലോ. ഒരു രക്ഷിത നമ്മളെ കേട്ടോണ്ടിരിക്കുക ഒരുപാട് പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ കണ്ടിടത്തോളം പ്രവാസികൾ ഒരു പ്രായം വരെ ഈ പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ നാട്ടിൽ പോയി വിശ്രമിക്കുക, പിന്നെ രോഗമായ. പക്ഷേ ഷെരീഫൊക്കെ പറഞ്ഞാണ് കറക്റ്റ് പോയിട്ട്. കാരണം മക്കൾക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ പേരൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക, മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രായം വരെ നിന്നാൽ മതി. അത് ഷെരീഫൊക്കെ അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഷെരീഫൊക്കെ? ടോട്ടൽ ഇപ്പം 48 രാജ്യം, 48. 5 കോണ്ടിനെൻ്റൽ, 5 ഭൂഖണ്ഡവുമായി. ഇനി 2 കൂടെ എൻ്റെ മുന്നിലുള്ളൂ. എന്താണ് സ്വപ്നം? എത്ര ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രയോ രാജ്യങ്ങൾ പോകണമെന്നുള്ള ആഗ്രഹം. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് നല്ല താല്പര്യം. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പം തണുപ്പിലായതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് ഞാൻ യൂറോപ്പിലാണുള്ളത്. സ്വീഡനിലും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഫുൾ തണുപ്പും ഐസുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഒറ്റയ്ക്കാണോ പോകാറ് യാത്രകളൊക്കെ? ആരെങ്കിലും കൂടെ ഒരാളുണ്ടാവും, അവിടെ ഉണ്ടാവുക ആരെങ്കിലും. അപ്പം ഞാൻ ഇവിടുന്ന് ഒറ്റ പോയാലും അല്ലെങ്കിൽ കൂടെ അവിടെ ആളുണ്ടെങ്കിലും ഒക്കെ ശരി, ആ രാജ്യത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിപ്പോൾ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഷെരീഫയ്ക്കിനെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഷെരീഫയ്ക്ക് അല്ലേ, ഒരുപാട് കോണ്ടാക്ട്സ് കണക്ഷൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. എനിക്കൊന്നൊരു പക്ഷേ ഈ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ കുറച്ചും കൂടെ അറിയപ്പെടാനും ശ്രദ്ധിക്കപ്പെടാനൊക്കെ തുടങ്ങിയത്. തീർച്ചയായിട്ടും അതിൽ തന്നെയാണ്. കാരണം എനിക്ക് ഏത് രാജ്യത്ത് പോയാലും പറയാത്ത ആൾക്കാർ കുറവ്. ആ രീതിയിലേക്ക് എന്താ ഈ ഇത്രയും രാജ്യങ്ങൾ പോയെന്ന് പറഞ്ഞാൽ ഞാൻ 48 രാജ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകല്ലേ. കാരണം ഇത്രയും രാജ്യങ്ങൾ പോകുന്ന ഒരു ഈസി കാര്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനൊരു ആഗ്രഹം വേണം, റിയൽ ഒരു പാഷൻ വേണം. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എന്നാണ് ഷെരീഫിക്ക് യാത്ര തുടങ്ങുന്നത്? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യം തുർക്കിയിലേക്കാണ് പോകുന്നത്. പിന്നെ ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? അല്ല കൂടുതൽ ദൂരമൊന്നുമില്ല. ഇപ്പോൾ തുർക്കി ഞാൻ 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഏറ്റവും എനിക്കൊരു ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പെട്ടത് തുർക്കി. നല്ല ഫുഡ്, നല്ല കാലാവസ്ഥ, നമ്മളൊരു വയനാട്ടിൽ ചെന്നായിരുള്ള ഫീല്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, സിറ്റി അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലങ്ങളും ഓരോ അനുഭവങ്ങളാണ്. പിന്നെ പോയാലും മടുക്കാത്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ദുബായ് ഒഴിച്ചതിന് ശേഷമുള്ളത് പറഞ്ഞുതരാം, ചൈന. ഓക്കെ. അപ്പൊ നോട്ട് ദ പോയിന്റ്. അപ്പൊ ഷെരീഫയ്ക്ക് ഇത്രയും യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ചൈനയാണോ? ചൈന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരെ ബുദ്ധി, അവിടെ കുടവയറുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഷെരീഫിക്കില്ലെന്ന് അല്ല ഞാൻ പറഞ്ഞില്ല, കണ്ടില്ല ഞാൻ എക്സസൈസ്. അത് പറയാൻ കഴിഞ്ഞ തമാശക്ക് പറഞ്ഞല്ലേ. കാരണം ഷെരീഫൊക്കെ ഭയങ്കരമായിട്ട് അതായത് ആരോഗ്യം വളരെ ശ്രദ്ധിച്ച് എപ്പോഴും മാഷാള്ള ഇൻഷാള്ള അത് എപ്പോഴും അങ്ങനെ നിൽക്കണം. പക്ഷേ എപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കുകയും വളരെ ആക്റ്റീവായിട്ട്. കാരണം നമ്മൾ എന്താ പറയുക ഷെരീഫൊക്കെ ഇപ്പം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് പെട്ടെന്ന് അസുഖം വരാൻ ഭയങ്കര എളുപ്പമാണ്. അത് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക അല്ലേ. അതൊക്കെ എനിക്കൊന്ന് ഷെരീഫൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അത് ഒന്ന് ഞാൻ അതും ഇതൊക്കെ ഭക്ഷണം ഞാൻ കഴിക്കും, കൂടുതൽ കഴിക്കൂല, കുറഞ്ഞ ഭക്ഷണം, അത് നല്ലത് കഴിക്കും. ഇപ്പം നമ്മളിവിടെ എത്രയും കൊല്ലം കഴിഞ്ഞ് പിന്നെ നാട്ടിൽ പോയ ഒരു ചോദ്യം ചോദിച്ചില്ലേ, എനിക്ക് ഈ നാട്ടിൽ പോണവരോണ്ട് എനിക്കൊന്ന് പറയാനുള്ളത്. കാരണം നമ്മളിവിടുന്ന് റിട്ടയർമെൻ്റ് ആയിട്ടാണ് പോണത്. പിന്നെ നാട്ടിൽ ഒടിഞ്ഞു കുത്തിരുന്നിട്ട് നമുക്ക് പല ചിന്തയും, കയ്യിൽ പൈസ ഉണ്ടാവില്ല, ടെൻഷൻ അടിച്ചിട്ടാണ് കൂടുതൽ ആളും മരിച്ചു പോണത്. ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. നാട്ടിൽ ഏതോ മലമ്പ്രദേശത്താണെങ്കിലും കുറഞ്ഞ സ്ഥലം വില കുറഞ്ഞത് വാങ്ങിയിടുക. എന്നാൽ ഗൾഫ് കഴിയുമ്പോൾ കുറച്ച് കന്നുകാലികളെയോ അല്ലെങ്കിൽ ഫാമുകളോ കൃഷികളോ ഇതൊക്കെ നടത്തി നമ്മൾ സമയം പോവും. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ, കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഭാര്യ ഗൃഹെല്ലാം തുടങ്ങും, പിന്നെ പൈസ ഉണ്ടാവില്ല, ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഗൾഫുകാർ പ്രവാസികൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചു പോവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കുറച്ച് സ്ഥലങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ കാണാൻ അറിയാം, ഞാൻ ഒരു മലേൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഒരു സെക്കൻഡ് ഹൗസ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചെക്കന്മാരും അവിടെ പോവും, അവിടെ കുറേ കൃഷി ഉണ്ടാക്കും. എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് ഈ കൃഷി. ഉം. എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ചിലപ്പോൾ ഒരു കപ്പ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുക 40 50 റുപ്യ എങ്ങാണ്ട. പക്ഷേ ഈ കപ്പ ഉണ്ടാക്കാൻ ചിലപ്പോൾ എനിക്ക് 4 ഇരട്ടി പൈസ. പക്ഷേ ഇതിനാ ടേസ്റ്റ്. ഉം. നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാകുമ്പോൾ തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. നാട്ടില് ഷെരീഫൊക്കെ മുക്കത്തല്ലേ? മുക്കത്ത് വീട്ടിൽ ആരൊക്കെയുണ്ട് ഷെരീഫക്ക? വൈഫ്, ഉം. 5 മക്കള്, ഉം. 4 പെൺകുട്ടി, ഉം. 1 ആൺകുട്ടി. എല്ലാരും നാട്ടിൽ തന്നെയാ? ഒക്കെ നാട്ടിൽ. ഷെരീഫൊക്കെ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം ആ എന്ന സിനിമയില് ആ, സായികുമാർ നിവിൻ പോളിയോട് പറയുന്ന ഒരു മൂവി സീൻ ഉണ്ട്. അതെ അതെ ആ മുക്കത്തുകാരൻ ഷെരീഫാണ് ഈ മുക്കത്തുകാരൻ ഷെരീഫ് അതെ അതെ അല്ലേ? അതെ. ആ മൂവിയുടെ സീന് എനിക്കൊന്ന് പല ആൾക്കാരും ഷെരീഫിക്കൂടെ പറഞ്ഞ് ഇതിനോടൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ മെനയാന്ന് ഏതോ ഒരാൾ വീഡിയോ ഇട്ടിരുന്നു. ആ. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കഫ്തേരിയാണ് എന്നാ കാണിച്ചു കിട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജേക്കബിന്റെ സ്വർഗരാജ്യന്റെ സിനിമ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ദുബായ് മലയാളികൾക്ക് ഒരു ഭയങ്കര പ്രചോദനപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ പറയണ ഷെരീഫ് ശരിക്കും അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അധ്വാനിക്കുന്നവന്റെ കൂടെയാണ് പടച്ചോൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഷെരീഫൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ട് വന്ന കുറേ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നുണ്ട് നാട്ടിൽ ഈ ആളാണ് നാട്ടിൽ വലിയൊരു കോഴിക്കോട് സിറ്റിയിലാണ് ഇപ്പോൾ വീടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതെ 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 അപ്പൊ ഷെരീഫിക്ക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സോഷ്യൽ മീഡിയനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം UAE ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഷെരീഫിക്ക ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് എത്തുന്നത്? കാരണം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഷെരീഫിക്ക പറയുന്നത്, ഒരിക്കലും എനിക്ക് വ്ളോഗിങ്ങിലേക്ക് വരണമെന്ന് താല്പര്യമില്ലായിരുന്നു, ഒരു US യാത്രയുടെ ഇടയിലാണ് ഞാൻ ആദ്യമായിട്ട് വ്ളോഗിങ്ങിലെ വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് വരുന്നത്? ആദ്യം തന്നെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ആ ആളല്ല, നമ്മൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അത് വിവരമുള്ളവർക്ക് പറഞ്ഞാണ്. ഈ അല്ല നമ്മളെ ഗാന്ധിജി മറ്റവരൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ ആയിട്ട് കാണുന്നത്. അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഓക്കെ, ഷെരീഫൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് അറിയില്ലാത്ത എത്ര നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഷെരീഫിക്കനെ ഇവിടെ പറയാനൊരു കാരണമുണ്ട്. ഞാൻ എല്ലാവരെയും ഇൻഫ്ലുവൻസർ എന്ന് പറയില്ല. വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയും അതെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന്. അതെ പക്ഷെ ഷെരീഫിക്കനെ പറയാൻ എനിക്കൊരു കാരണമുണ്ട്. കാരണം ഷെരീഫിക്ക ഈ ഒരു പ്രായത്തിലും വളരെ ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഇൻഫ്ലുവൻസർ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരിലേക്ക്, അല്ലേ? അല്ല അത് ശരിയാണ്. കാരണം ഇപ്പോൾ ഷെരീഫിക്ക എന്ന് പറഞ്ഞ ആള് ഫുൾ ടൈം വ്ളോഗിങ്ങിൽ നിൽക്കുന്നതല്ല. ഒരു ബിസിനസ്, വളരെ തിരക്കേറിയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരാള് അതിനിടയിലും ഇഷ്ടത്തിനൊത്ത് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഷെരീഫിക്കൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് കാണുമ്പം ചേട്ടാ നമുക്കും ഇങ്ങനെ ചെയ്താൽ എന്താ, നമുക്കും നമുക്കൊരു തോന്നില്ല. അത് ശരിക്കും പറഞ്ഞ ഇൻസ്പിറേഷൻ ആണ്. അത് കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ മുമ്പ് ഇവിടുന്ന് US ആരും വിസ എടുക്കില്ലായിരുന്നു. ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാരെ വിസ എടുത്ത് അമേരിക്ക കാണാൻ എൻ്റെ ഒരു പോക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് അല്ല. അപ്പൊ അല്ല ഇൻഫ്ലുവൻസർ അല്ലേ? അതാണ്. ഓക്കെ, പറയൂ. ഈ ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയൂ. അല്ല ഞാൻ ആദ്യം ഈ ഫീൽഡ് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ അസുഖറാണ് എന്നെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചാടിച്ചത്. അത് ശരി. അപ്പം അവനോട് പറയിക്കുക നിങ്ങൾ ചെയ്യുക, എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറലാണ് പതിവ്. അങ്ങനെ ഞാൻ യുഎസിൽ പോയ സമയത്താണ് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഭയങ്കര ചെക്കിങ് ആണ്. മമ്മൂട്ടീനെ ചെക്ക് ചെയ്തു, മറ്റേ നമ്മളെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം, ഷാറൂഖ് ഖാൻ, ഇവരൊക്കെ ചെക്ക് ചെയ്തതിന് അങ്ങനെ എന്നെ വല്ലാതെ പേടിപ്പിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് എൻ്റെ ആദ്യം ഒരു മനസ്സിലിടൽ. ഒന്ന് പോയി നോക്കണമെന്ന്. അങ്ങനെ വിസക്ക് കൊടുത്തു, എനിക്ക് വേഗം കിട്ടുകയും ചെയ്തു. എനിക്കും ഫാമിലിക്കും കിട്ടി. അങ്ങനെ ഫസ്റ്റ് ഞാൻ ന്യൂയോർക്കിൽ ഇറങ്ങി എൻ്റെ കൂടെ ഒരു സുഹൃത്ത് സാബിത്തും ഉണ്ട്. ആദ്യം ഇമിഗ്രേഷനിലോട്ട് ഇനി ഞാനാണ് എടുത്തത്. അപ്പോഴത്തേന് എൻ്റെ ഇവിടെ ഹൃദയം പിടിപ്പ് കൂടി. കാരണം ഇയാൾ പിടിച്ചു വെച്ചോ എന്തെങ്കിലും കാണിച്ചാൽ ജാമ്യം അല്ല, സാബിത്തും ഉണ്ട്. കാരണം അങ്ങനെ ഉണ്ടാക്കും, വേറെ ആളില്ലല്ലോ അവിടെ. അപ്പോൾ നല്ല പേടി ടക്ക് അടിക്കുന്നുണ്ട്. കാരണം ഇവർ പിടിച്ചു വെച്ചാൽ ജാമ്യം എടുക്കാൻ ആളില്ലല്ലോ. അങ്ങനെ അടിച്ചെന്ന് ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ മുഖത്ത് വന്ന് നോക്കി, തിരിച്ചെവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് LA എന്നാണ്, ലോസ് ആഞ്ചൽസ്. ഓക്കെ എന്ന് പറഞ്ഞ് സീലടിച്ച് എനിക്ക് വന്ന്. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുക. കാരണം കുറേ ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട്. അല്ല ഫിനിഷ്. അപ്പോൾ എൻ്റെ സ്വയബോധം വന്ന് ഞാൻ എടുത്ത് പുറത്ത് വന്ന് അന്നൊരു വീഡിയോ പുറത്ത് ചെയ്ത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ചോദിക്കണ ചോദ്യം പോലും
ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വൈറലായ വീഡിയോ അല്ലേ? അതാണ് ഫസ്റ്റ്. നിങ്ങൾ ഉം. ധൈര്യത്തിൽ ഇങ്ങോട്ട് പോന്നോളി. ഉം. ഈ പറയുന്നത് മുഴുവനും ഫാൾസാ. ആരും പോവാതെ അവിടെ കണ്ടിട്ട് ചുമ്മാ അടിച്ചു വിടുന്നതാണ്. ഇങ്ങോട്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ല ഉം. എന്നുള്ള മെസ്സേജാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത്. ആ വീഡിയോ ആണ് ക്ലിക്ക് ആയത്. പിന്നെ അതെ. അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പൊ ആ. എനിക്ക് തോന്നുന്നു അറൗണ്ട് 4 ലക്ഷത്തിന് അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് ആ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ശരി. അല്ലേ? അതെ. അതിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ അല്ല ഷെരീഫൊക്കെ ഇടുന്ന വീഡിയോസിനൊക്കെ എങ്ങനെ ഇത്ര നമുക്കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? ഇത്രയും വ്യൂസ് എങ്ങനെയാ ഷെരീഫൊക്കെ? അത് അത് ഞാൻ പറയട്ടെ, വേറൊരു കാര്യം, അത് വ്യൂസ് ഉള്ള കാരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. കാരണം ഷെരീഫൊക്കെ സംസാര രീതികളും അല്ലെങ്കിൽ സംസാര ശൈലികളും ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഇനി പറഞ്ഞു. അതായത് നമ്മളെ മനസ്സിലുള്ളത് പോലെ പറഞ്ഞാൽ ഉം. നമ്മൾ അഭിനയിക്കരുത്. ഉം. ഉള്ളത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ മുഖത്ത് നോക്കിയാൽ തന്നെ. ഉം. എനിക്കെൻ്റെ മനസ്സിലുള്ളത് ഞാനേ പറയാറുള്ളൂ. അതായത് ഉണ്ടാക്കി പറയാറില്ല. ഉം. അത് ഉണ്ടാക്കി പറഞ്ഞാൽ എന്നെ വേഗം പിടുത്തവും കിട്ടും. ഇപ്പം ഷെരീഫിക്കേൻ്റെ യാത്രേനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇപ്പം ഇത്രയും വർഷമായി 34 വർഷമായി നമ്മുടെ ദുബായിൽ. ഷെരീഫിക്കനെ മനസ്സിൽ വിഷമിപ്പിച്ച എന്തെങ്കിലും, കാരണം ഇവിടെ വരെ എത്തിയ ഒരു ജേർണിയിൽ ഷെരീഫിക്കൻ്റെ ഈ 34 ഇയേഴ്സിൽ എന്താണ് മനസ്സിൽ വിഷമിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം എന്തായിരുന്നു? അത് ഞാൻ ഇവിടെ അന്ന് ആ കാലത്തൊക്കെ നാട്ടിൽ പോയാൽ 6 മാസം നിന്നിട്ടേ വരുള്ളൂ. 6 മാസത്തിന് ഒരു ദിവസം മുമ്പുള്ളവൻ വരും. ഉം. ആ സമയത്ത് എനിക്ക് പിക്കിളുടെ ബിസിനസ്സാന്ന് പറഞ്ഞില്ലേ, ഉം. അന്ന് 4 ഗോഡൗൺ ഉണ്ടായിരുന്നു. ഈ ഗോഡൗണിലൊക്കെ അന്ന് ഒരു കാലത്ത് ഈ തണുപ്പ് കാലത്താ മുളക് വരൽ, ഉം. ചില്ലി. ഇത് ഞാൻ അത്രക്കും സ്റ്റോക്ക് ചെയ്ത് ഉപ്പിലിട്ടിട്ടാണ് പോവുക. ഞങ്ങളെ ലാഭം കിട്ടുന്ന അതിൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര, കാരണം ഈ മുളക് വെള്ളം കുടിച്ച് ഉം. വെയിറ്റ് കൂടും. ഉം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പോയി നാട്ടിൽ നിന്ന് 6 മാസം നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കമ്പനിയുള്ള സാധനമൊക്കെ അടിച്ച് പോയിന്. ഉം. കാലി ഡ്രമ്മ് മാത്രമുണ്ട്. 19 ലക്ഷം ദർഹംസ് ഞാൻ പുറത്ത് കൊടുക്കണം. ഓ. 1 ലക്ഷം ദർഹംസിൻ്റെ സാധനം ഉണ്ടാകെ. ചെക്ക് 1 എൻ്റെ കയ്യിൽ റിട്ടേൺ ആയി വന്നു. അപ്പോൾ ഞാൻ ആ അക്കൗണ്ട് ഉള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു എന്താ അപ്പോൾ ഇന്നത്തെ ദിവസം 3,60,000 ദർഹംസ് വേണോ പറഞ്ഞു. ഞാൻ അങ്ങ് തളർന്നു പോയി. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ നോക്കിയോളൂ, ഞാൻ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവാറുണ്ട്. ദുബായിൽ നിന്ന് വിടാൻ തീരുമാനിച്ചു. ഞാൻ മുങ്ങാണ് പറഞ്ഞു. എനിക്ക് കഴിയൂലത്. കാരണം ഈ 19 ലക്ഷം ദർഹംസ് ഞാൻ എവിടെ കൊണ്ടുവരും? അങ്ങനെ ഒരു നോമ്പ് സമയം ഇതുപോലത്തെ ഒരു സോഫ ഉണ്ട്. ഉം. ഈ സോഫയിൽ ഞാൻ അങ്ങനെ കിടക്കും. ഞാൻ ചിന്തിക്കുന്നത് മുഴുവനും ഖബറാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഉഫ്. കടം ആയിട്ടടി ചെന്നാൽ, ഞാൻ ചെയ്ത കടമല്ല, ഈ ഞാൻ മനസ്സിലായി, നോക്കാൻ ഏൽപ്പിച്ച മനസ്സിലായി. എൻ്റെ പാർട്ണറെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്. ഉം. ഇയാളുകൊണ്ട് അതിൻ്റെ മുമ്പ് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. അവിടെ ഇങ്ങനെ ഇതുണ്ടെന്ന് എൻ്റെ അനിയൻ ഉം. വിളിച്ച് പറഞ്ഞപ്പോൾ ഉം. ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇയാൾ നല്ല സുഖമായിട്ട്, അയാൾക്ക് അങ്ങനെ കച്ചവടത്തിന് പറ്റുന്ന ABCD അറിയില്ല. ഉം. ആ ഒരു സമയം ഞാൻ ഉം. ഒരു കിടന്നിട്ട് കരയും. അപ്പോൾ ഞാൻ കൊടുക്കാനുള്ളവരോട് എല്ലാവർക്കും എന്നെ വിശ്വാസമാണ്. ഉം. ഞാൻ പോവാണ് നാട്ടിലേക്ക്. പറഞ്ഞിട്ട് തന്നെ പോയത്. ഉം. തിരിച്ചൊരാഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ വരും. അന്ന് ഞങ്ങളെ പൈസ തരട്ടോ പറഞ്ഞു. ഉം. ആയിക്കോട്ടെ പോയിക്കോളി ഞാൻ. കാരണം എൻ്റെ അറബി എനിക്ക് ഒപ്പിട്ടെന്ന ചെക്ക ഉം. ലോകത്താർക്കും ഒരു അറബി ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് തരൂലായിരുന്നു. എനിക്ക് ഇത്ര 2-3 ബുക്കുകളില്ലേ, ഉം. ഈ ബുക്കിൽ ഒപ്പിട്ട് ഇങ്ങോട്ട് തരലേ എനിക്ക് അറബിച്ചൊക്കെ. ഞാൻ ഓനെ ചതിക്കണാവൂലേ. അങ്ങനെ എൻ്റെ ഒരു സ്ഥലം ഉണ്ട്, ഒരു 5 ഏക്കർ സ്ഥലം. അത് ഞാൻ നാട്ടിൽ പോയി കിട്ടുന്ന വിലക്കേട് വിറ്റു. നേരെ അങ്ങോട്ട് ഒരാഴ്ച കൊണ്ട് ഞാനൊക്കെ വലിച്ചു ആ കടകളൊക്കെ വീട്ടി. ഉഫ്. ഇത് ഏത് വർഷമായിരുന്നു? വന്ന അതൊരു സമയത്തായിരുന്നു? 10-20 വർഷം മുമ്പ്. ഓ. അപ്പം ഒരു 15,000 രൂപ ആയി കാണും. അപ്പൊ അതിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു സംഗതിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിയ ഷെരീഫിക്കൻ്റെ ആ ഒരു എന്താ പറയുക ബിസിനസിന്റെ ലാഭമൊക്കെ ആ സമയത്ത് പോയി നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെ പറ്റിയ പിന്നെ ചിന്തല്ല. പിന്നെ ഉം. കടം വീട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും വലിയൊരു പറഞ്ഞില്ലേ, കടവുമായി അല്ലേ? ഞാൻ മരണം മാത്രമാണ് ചിന്തിക്കുന്നത്. ഉം. കാരണം ഈ കടവുമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വൈക്കന്നെ അടുപ്പിക്കൂല. ഉം. നമ്മൾ പഠിക്കണ അതാണ് മദ്രസയിൽ നിന്ന്. ഉം. ഒരാളെ പൈസയുമായിട്ട് ഞാൻ ഒരാളോട് വല്ലാതെ കടം വാങ്ങലോ കൊടുത്ത് എന്നെ പറ്റിച്ച് പോകലുണ്ട്. പക്ഷെ ഞാൻ ഒരാളെയും വാങ്ങിയിട്ട് പറ്റിച്ചിട്ടില്ല.
അല്ല തീർച്ചയായിട്ടും. അത് ഷെരീഫൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ ആ ഒരു ഫീലിങ്സ് ആ അതെ അതെ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പല ആൾക്കാരും ഷെരീഫിക്ക നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പം എല്ലാ ആൾക്കാരും ഇപ്പോൾ ഷെരീഫിക്ക് ഒരു സക്സസ്ഫുൾ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആ ഒരു രീതിയിലായിരിക്കും ആൾക്കാർ കാണുന്നത്. പക്ഷേ ഇത്രയും അല്ല എത്രയൊക്കെ ലൈഫിൽ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും ഷെരീഫിക്ക ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. പല ആൾക്കാരും ദുബായിൽ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്ഷമ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് വളരെ കുറവാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭം വേണമെന്ന് കരുതിയിട്ട് ലാഭം കിട്ടാതെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉം. അത് എനിക്കൊന്ന് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പുതിയതായിട്ട് അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കും ഒരു പ്രചോദനമായിരിക്കും. ഒരു റിയൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഷെരീഫിക്കേണ്ടത്. ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കുഴിയിൽ വന്ന് ചാടും. ഉം. പിന്നെ ഒന്നും ഉണ്ടാവില്ല. അവരെ ഇവിടുന്ന് മുങ്ങേണ്ട ഗതികേട് വരും. ഇപ്പൊ പഴയ പോലെയല്ല. ഉം. മുമ്പൊക്കെ ലാഭം കിട്ടുമായിരുന്നു ബിസിനസ്സിൽ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻ കൂടിയാണ്. കൂടുതലാ. അപ്പോൾ മുമ്പ് 5 രൂപ ദർഹംസ് ലാഭം കിട്ടുന്നിടത്ത് ഇപ്പോൾ അത് 50 പൈസയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വോളിയം ബിസിനസ് ചെയ്യണം. മുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചില്ലി വെള്ളത്തിലിട്ടാൽ ഒരു ഉം. പെട്ടിക്ക് ഞങ്ങൾ 5 രൂപക്ക് വാങ്ങിച്ചിട്ടുണ്ടോന്നല്ല, വിൽക്കൽ 100 ദർഹംസിനാ. അപ്പോൾ എത്ര? സത്യം. ഇന്നതില്ല. ഉം. അപ്പോൾ ആൾക്കാർ പിന്നെ ഇവിടെ ഇപ്പോൾ കൂടുതലും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. സോഷ്യൽ മീഡിയ പിന്നെ കുറേ കക്കാൻ നോക്കും, കുറേ ആൾ കുടുങ്ങും. ഇപ്പോൾ 2 ആളെ ഞാൻ തന്നെ ഇവിടെ കേസാക്കിയിട്ടാണ്. ഷെരീഫൊക്കെ കേസാക്കി. കാരണം എൻ്റെ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചിട്ട്. ഓ അത് ശരി. ഇത് എല്ലാ ഭാഗവും നോക്കണം. ഉം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യം ഷെരീഫൊക്കെ പറഞ്ഞില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷെരീഫൊക്കെ അറിയാം. കാരണം ഷെരീഫൊക്കെ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ദുബായിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും UAE എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഈ ദുബായിൽ ഒരു വ്ളോഗിങ് കിട്ടുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ വരുമാനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലല്ലേ? എന്ന് വെച്ചാൽ ആൾക്കാർ ഒത്തിരി പേര്, കാരണം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഷെരീഫൊക്കെ ഇതിൽ ആക്റ്റീവ് ഒരാളാണ്. കൂട്ടത്തിൽ ഷെരീഫൊക്കെ എങ്ങും പറയാത്തൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ലൊരു വരുമാനം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ കിട്ടുന്നതെന്നുള്ള കാര്യം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് മാത്രം ഉണ്ട് പൈസ. ഞാനും അത്യാവശ്യം ഏതെങ്കിലും കിട്ടുന്നുണ്ട്. വാങ്ങാറുണ്ട്. പക്ഷെ ഒരു ആദ്യമായിട്ട് പറയട്ടെ അത് ഞാൻ അതാണ് ഞാൻ ആ ചോദിച്ചത്. ഞാൻ ഇന്ന് വരെ ആ ഉം. പൈസ ഉം. വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഏതെങ്കിലും എൻ്റെ ഫോണിൽ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ അയച്ചു കൊടുത്ത് എനിക്ക് കിട്ടുന്ന പൈസ ഒക്കെ ഉം. ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ കയ്യിൽ ഞാൻ ആ പൈസ കൊടുത്തിരിക്കും. അടിപൊളി. അത് ചിലപ്പോൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഉപയോഗിക്കലില്ല. ഉം. പൈസ വാങ്ങും അവരോട്, ഏതോ ഉള്ളവനോട് വാങ്ങും, ഇല്ലാത്തവർക്ക് കൊടുക്കും. ഈ പൈസ അല്ലാത്ത ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഞാൻ പൈസ അവരോട് വാങ്ങാറുമില്ല. ഉം. അത് ഫ്രീ ആയിട്ടും ചെയ്ത് കൊടുക്കും. ഉം. 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 എൻ്റെ പെട്രോൾ അടിച്ച് പോയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കൊടുക്കും. രക്ഷപ്പെടണോ ചിലപ്പം തകർന്നിരിക്കുന്ന ഉം. പീടിയായിരിക്കും, അവരോട് പൈസ വാങ്ങാൻ കഴിയില്ല, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അല്ല അത് കൂട്ടത്തിൽ അത് നമുക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാക്കിയ ഒരു ബിസിനസ് അല്ല ഷെരീഫൊക്കെ വളരെ 34 വർഷമായിട്ട് വന്ന ജേണി നമ്മൾ ഓൾറെഡി കേട്ടില്ല. അത്രയും കഷ്ടപ്പെട്ട് വന്ന് അത്രയും അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഷെരീഫൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടപ്പെട്ട മേഖല അന്ന് എനിക്ക് പേഴ്സണലി തോന്നിയുള്ള കാര്യം ശരിയല്ലേ? കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഉം. ഇപ്പോൾ എവിടെ പോയാലും നമുക്ക് ഒരു തിരിച്ചറിവുണ്ട് തന്നെ. ഉം. കൂടുതൽ 100 ആളുണ്ടെങ്കിൽ ഒരാളെങ്കിലും അറിയുന്ന രൂപത്തിലേക്ക് മലയാളികൾ കേട്ടോ അറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് നാട്ടിലും ഇപ്പോൾ ചെല്ലാം. ഒരുവിധം സ്ഥലത്തൊന്നും ഉം. ഇപ്പോൾ ഓരോ വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ ഭക്ഷണം തരും ഇവിടെ, ആ ഒരു വലിയ കിട്ടല. അപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ടൊക്കെ എനിക്ക് വളരെ ഉപകാരമാണ് കിട്ടിയിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെയാണ് കിട്ടിയത്. ഞാൻ അതേ നോക്കുന്നുള്ളൂ, എല്ലാ പൈസ ഞാൻ നോക്കാറില്ല. ഇതിനകത്ത് എപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഇതിനകത്ത് കുറച്ച് ഹാർഡ് വർക്കിംഗ് വേണ്ടേ ഷെരീഫ്? കാരണം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? കണ്ടിന്യൂസ് ഇപ്പോൾ ഷെരീഫൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട് അറിയാം. ഇപ്പോൾ ഷെരീഫൊക്കെ തന്നെ ഡെയിലി വീഡിയോ ചെയ്യാറില്ലേ? ചെയ്യും. ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്യാറുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്താ അവിടെ പറയാ, തുടക്കം എന്ത് പറയണോ, ഉം. വലിയ ടെൻഷനാ. കാരണം ഇതിന് ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നത്, ഇങ്ങനൊരു സാധ്യത UAE കാണിച്ചു കൊടുത്തതിൽ മലയാളിയിൽ ബുക്ക് പങ്കുവെച്ച അസേറാ. അതെ അസേർ ഉള്ളതുകൊണ്ട് ഇന്ന് എത്ര ആളുണ്ട് അറിയോ? തീർച്ചയായിട്ടും. ആരോനെ തള്ളിപ്പറഞ്ഞാലും ഉം. ഓൻ തന്നെയാണ് ഈ അതാണ് മെയിൻ. മെയിൻ എല്ലാവർക്കും. തീർച്ചയായിട്ടും.
ഷെരീഫ്ക്ക് ഒരുപാട് രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾ പോയതിനെ പറ്റി പറഞ്ഞു. ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടേ എപ്പോഴെങ്കിലും ഒരു മോശം അനുഭവം അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കാണല്ലോ പോകാറുള്ളത്. എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമം? ഇപ്പൊ ഈ പോയ പോക്കില് ഉം. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നേരെ പാരീസിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ കാറിലല്ലേ റെൻ്റെ കാർ എടുത്തേനു. ഉം. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു. ജർമ്മനിയിൽ എത്ര സ്പീഡിലും പോവാന്നും ആ പറഞ്ഞിട്ട് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. കഴിഞ്ഞ് ആ വണ്ടി തന്നെ വന്ന് പാരീസിലെത്താൻ 200 കിലോമീറ്റർ ഉള്ളപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി കെടുന്നു. ഓ അന്ന് എന്താ കാട്ടേണ്ടതെന്ന് വെച്ചല്ല, നമ്മൾ അറിയുന്ന ഒരു രാജ്യമല്ല. അന്നൊരു ഉച്ച തൊട്ടിട്ട് രാത്രി 12 മണി വരെ വണ്ടിയിലിരുന്ന് ഒരു റെൻ്റെ കാർ പോയിട്ട് വന്ന് യൂറോപ്പ് കാറേന് ബന്ധപ്പെട്ട് ഷെരീഫ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ? അല്ല, എൻ്റെ കൂടെ അവിടെ ഉള്ളൊരു പയ്യന്മാരും ഉണ്ടായിരുന്നു. ഉം, ഒന്ന് ഉം, ഉം. യാസീനും ഉണ്ടായിരുന്നു, ഒന്ന് ആഷിലും ഉണ്ടായിരുന്നു. ഉം, ഉം, ഉം. പിന്നെ ഗുണ്ടെടുക്കാവ് രണ്ടാളുണ്ടായിരുന്നു. അവിടെ ഉം. ഒന്ന് കയറി കൂടിയാ. ഉം. അപ്പോൾ വിളിച്ച് രാത്രി 12 മണിയായപ്പോൾ ഒരു റിക്കവറി അവിടുത്തെ പോലീസ് വിളിച്ച് തന്ന് അങ്ങനെ കൊണ്ടുപോയി. അന്നപ്പോൾ ഞാൻ ആകെ അങ്ങ് തളർന്നു പോയി. ആ സമയത്താണ് നമ്മളെ സൈക്കിളിലും മറ്റേ നടന്നിട്ടുമൊക്കെ. എൻ്റെ ഒരു സിനാൻ ഉണ്ട്, ഉം. കേരളത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ അമേരിക്കയിൽ പോയി തിരിച്ച് അതേ വണ്ടിയിൽ നാട്ടിലെത്തിയ ഉം. അവനൊക്കെ ഇവിടെ ആലോചിച്ചു. അവര് ഇതൊക്കെ കടന്നു പോയവരല്ലേ. ഉം. അതിനുശേഷം ഒരു ഊർജം കിട്ടി. അതാണ്. അവിടെ വെച്ചാണ് ഏറ്റവും ഇതായിട്ടുള്ള എനിക്ക് നമുക്ക് ഷെരീഫൊക്കെ യാത്രകളെ പറ്റി പറയണ സമയത്തെ ഇപ്പം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി ആൾക്കാർ പോയിട്ട് ചില ആൾക്കാർ യാത്രകൾ പോയിട്ട് ഒരിക്കലും വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ യാത്രകളെ അത്രയും പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാർ വീഡിയോ വേണ്ടിയിട്ട് അതൊരു ജോബായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ദുബായ് എന്ന് പറഞ്ഞ രാജ്യത്ത് അല്ലെങ്കിൽ യു എ എന്നൊരു രാജ്യത്ത് എന്തിനും ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് രാജ്യത്തും പോയാലും ഈസിയാണ്, നാട്ടിലേക്കാളും ഈസിയാണ്. അപ്പം അങ്ങനെ ഇപ്പം ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിലോ ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന രാജ്യം, എന്നാൽ സാധാരണ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം സാധാരണ ജോലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന രാജ്യം സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏത് രാജ്യമായിരിക്കും സജസ്റ്റ് ചെയ്യുക? ഇവിടെ ജോർജിയ ഉണ്ട്, അർമേനിയ ഉണ്ട്, പിന്നെ ഇപ്പം സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെയൊക്കെ ചെറിയ പൈസ പോയി പോരാ. അല്ല, ഷെരീഫൊക്കെ പോയതിൽ എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല്ല, രാജ്യം ഞാൻ ഇതില്? ചെറിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പോകുന്നേ ഉള്ളൂ. ആ ഞാൻ ആദ്യം ആ വലിയ രാജ്യങ്ങളുടെ പോയി കഴിഞ്ഞാലേ നാളെ നമ്മളൊന്നും അല്ലാതായി പോയാലും ആ ടെൻഷൻ ഉണ്ടാവില്ല. വിസ കിട്ടൂലല്ലോ. പൈസ കയ്യിലുണ്ടെങ്കിലേ അവിടെയൊക്കെ വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ സമയത്തുള്ള നാളെ നമ്മൾ എന്താവും എന്ന് പറയാൻ പറ്റില്ല. കയ്യില്ലെങ്കിലോ പിന്നെ വിസ കിട്ടൂല. അപ്പോൾ ഉള്ള സമയത്ത് അവിടെയൊക്കെ എടുത്ത് തീർത്ത് പിന്നെ ചെറുതിലേക്ക് പോകാം. ഇപ്പം മലേഷ്യയിലൊക്കെ ഞാൻ ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഷെരീഫക്ക, ഇനിയിപ്പം നമ്മൾ കുറേ യാത്രകളെ പറ്റി പറഞ്ഞു, ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനിയിപ്പം ഷെരീഫക്കയുടെ മെയിൻ, അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ള കാര്യം മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയാന്ന് പറഞ്ഞൊരു സ്വഭാവത്തിൽ അതിൽ ഷെരീഫൊക്കെ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ പറ്റി ഒരു പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് കുറേ പേർക്കെങ്കിലും അത് അറിയാൻ പറ്റും. കുറേ വിവാദങ്ങൾ, അതിനെതിരെ ഷെരീഫൊക്കെ വീണ്ടും പ്രതികരിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ വീഡിയോസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആ വിവാദങ്ങളെ പറ്റി എന്താ ഷെരീഫിക്ക് പറയാനുള്ളത്? അതായത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും ഏറ്റുവാങ്ങുന്നത്. ഇപ്പം ഉണ്ടായിരുന്ന ഈ മറുനാടൻ മലയാളിയാണ്, അയാളാണ് എൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുതൽ. അയാൾ എന്തോ ECH എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു. 85 ജോലിക്കാരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു എന്തോ ഒരു വിഷയത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പോലീസുകാരെ നമുക്കറിയാലോ, ഇവിടെ എന്തുണ്ടെങ്കിലും നമ്മളെ പിടിച്ചുകൊണ്ട് പോകും, ചെക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഒരാൾ തുറന്നു വിടും. അപ്പോൾ ഇവരൊക്കെ പതറി നിൽക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്ത്, അതായത് ഇവർ ഏറ്റവും കൂടുതൽ ഗോൾഡൻ വിസ കൊടുത്തത് അവരൊക്കെ പരിഭ്രാന്തിയിലാണ്, അവിടെ ക്ലോസ് ചെയ്താണ്, അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ ഇല്ലാത്തത് അങ്ങ് പറഞ്ഞു കൊടുത്തു ഈ മറുനാടൻ്റെ. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ മുമ്പത്തെ പോലെ തന്നെ നിറച്ചു ആൾക്കാരും ഉണ്ട്. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തത് കാണിച്ചു കൊടുത്ത്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ മുമ്പത്തേലും ഉഷാറിൽ ഇവിടെ രാത്രി ഇപ്പം സമയമൊക്കെ പറഞ്ഞു 8 ചില്ലറങ്ങാണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിറച്ചു ആൾക്കാരാ, കസ്റ്റമേഴ്സാണ്. അത് ഞാനോട് പറഞ്ഞു. പിന്നെ അതാ വരുന്നതിൻ്റെ തലേക്ക് വീണ്ടും അവൻ കളവാ പറയണത്, നുണയനാണ്, മറ്റാണ്, മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഉള്ളത്. കാരണം ആ 85 പണിക്കാർക്ക് ഒരു പതറി ഇങ്ങനെ നിൽക്കുമ്പം ഒരു ധൈര്യം കൊടുക്കേണ്ടി
പിന്നെ നമ്മൾ വ്ളോഗർ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉം. അയാളാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു ലൈസൻസ് എനിക്ക് എടുത്തു തന്ന മനുഷ്യൻ. ഉം. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മനുഷ്യനാ? അതിനുശേഷം തിരിച്ചും അവരുടെ സൈഡിൽ നിന്ന് ഇപ്പോഴും ചാനലൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ആ ഇങ്ങോട്ട് ആര് വന്നാലും എൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ മറുപടി കൊടുക്കാതെ ഒറ്റൊന്നിനും നിൽക്കൂല. അത് ആരായാലും കൊടുത്തിരിക്കും. പിന്നെ എൻ്റെ ശത്രു ആ വ്യക്തിയല്ല. ഇപ്പോൾ പല പ്രൊഡക്റ്റിനെതിരെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കഴിച്ചാൽ വല്ല രോഗവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് പറഞ്ഞു കൊടുക്കും. അത് ആ വ്യക്തിനോടല്ല, ആ പ്രൊഡക്റ്റിനോടാണ് എനിക്ക് ശത്രുത. കാരണം ഞാൻ ഈ വിവാദത്തെ പറ്റി ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ചോദിക്കാൻ കാരണം എന്താണെന്നറിയാമോ? കാരണം ഷെരീഫിക്കനെ നമുക്കറിയാം. കാരണം ഉള്ള കാര്യം ഷെരീഫിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം തെറ്റെന്ന് പറയും, ശരിയെന്ന് തോന്നുന്ന ശരിയെന്ന് പറയും. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ വിവാദങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ചാനൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അത് നമുക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അതേപ്പറ്റി ചോദിച്ചത്. ആ ഒരു നെഗറ്റിവിറ്റി അല്ലേ? അതെ, അത് പല മനുഷ്യന്മാരാ. ഇപ്പോൾ കുറേ ആൾക്കാർ എന്തെങ്കിലും ഇട്ടാൽ വെറുതെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും. അവിടെ അത് ശരിയില്ല, ഇപ്പോൾ ഷോപ്പ് പോയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ജീവിതത്തിൽ കണ്ടിട്ടും ഉണ്ടാവില്ല. ഇത് പല ആൾക്കാർ പല മൂഡിലിരിക്കുമ്പോഴായിരുന്നു നമ്മൾ ചിലപ്പോൾ അറബി വിട്ട് പണിയെടുക്കുന്നതായാലും അറബിനോടുള്ള ദേഷ്യം തീർക്കൽ ഇതിൻ്റെ ചോട്ട് വന്നിട്ട് എന്തെങ്കിലും അടിച്ചാലാ. അങ്ങനെ കുറേ ആൾക്കാർ, അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്. കഴിയുന്നിടത്തോളം കമൻസ് ഞാൻ വായിക്കാറില്ല. കാരണം 100 കമൻസ് നല്ല വന്ന് ഒന്ന് മോശമായി വന്നാൽ നമ്മൾ ടെൻഷനാവും. വെറുതെ എന്തിനായോ ഒരാവശ്യമില്ലാതെ നമ്മൾ ടെൻഷനാവുന്നു. ശരിയാണ്. നമുക്ക് അങ്ങനെയല്ല. ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഉള്ള കാര്യങ്ങൾ പറയുക, വീഡിയോ എടുക്കുക എന്നുള്ളത് അത് മതി ഷെരീഫിക്ക്. കാരണം നമുക്ക് എന്താ വേണ്ടതെന്നറിയാം. നമുക്ക് നെഗറ്റിവിറ്റി വേണ്ട, നമുക്ക് പോസിറ്റീവ് മാത്രമേ. അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സുലൈമാൻ ഇതുവരെ കുടിച്ചു തീർന്നില്ല. അത് അർത്ഥം വലിയ ടേസ്റ്റ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ, അതുകൊണ്ടാണ്. ഓക്കെ, അല്ല ഷെരീഫിക്ക, ആദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ. കാരണം നമ്മൾ ഈ വിളിക്കുന്ന സമയത്തൊക്കെ ഷെരീഫിക്ക അങ്ങനെ കുറേ ആയില്ലേ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ? 100 ആൾ വിളിക്കലുണ്ട്, പോയില്ല. പക്ഷേ നമ്മുടെ ഇതിലേക്ക് വന്നതിൽ പോഡ്കാസ്റ്റിലേക്ക് വന്നത് ഞാൻ കുറേ ദിവസമായിട്ട് വിളിക്കണമെന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം നമ്മൾ പലപ്പോഴും വീഡിയോസ് കാണുന്ന സമയത്ത് ഈ പറയണ പോലെ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മളൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഷെരീഫിക്കനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ, നമുക്ക് ഇതുപോലെ വീഡിയോയിലേക്ക് വ്ലോഗിങ്ങിലേക്ക് വരണം, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കണം ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, ഷെരീഫിക്ക ഈ പറഞ്ഞ ഒരുപാട് രാജ്യം യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യട്ടെ. പിന്നെ താങ്ക് യു സോ മച്ച് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വന്നതിൽ. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്നതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറയും? നല്ല പരിപാടിയല്ലേ. കാരണം നമ്മൾ പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് പുതുജീവൻ നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതന്നെ നല്ലത്. പുതിയ കുട്ടികൾക്ക് ഒന്നും ഗൾഫിനെ പറ്റി അറിയില്ല. അപ്പോൾ ഈ പഴയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ, എൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പട്ടിണി എന്താ, പരിഭവം എന്താണെന്ന് അറിയില്ല. നമ്മളൊക്കെ ഡ്രസ്സ് ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ പറഞ്ഞാൽ ചോറ് കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു. അതും ഇതുകൂടി കിട്ടുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു സുഖം അറിയുക. രണ്ടിലും ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മളെ വിജയം, നമ്മളെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ അടുത്ത ഗസ്റ്റായിട്ട് വീണ്ടും കണ്ടുമുട്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബി ഹാപ്പി.